നമസ്തേ, എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇ-വേ ബിൽ എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ച്. GST ആക്ട് പ്രകാരം ഇ-വേ ബിൽ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതായത് നമ്മൾ സാധനങ്ങൾ അയക്കുമ്പോൾ ഒരു പ്രത്യേക പോർട്ടൽ ത്രൂ നമുക്കത് ഇ-വേ ബില്ല് അയക്കണം. അതായത് മുമ്പത്തെ നമ്മൾ ചെക്ക് പോസ്റ്റിൽ കാണിക്കുന്ന ചെല്ലാൻ അങ്ങനത്തെ ബില്ല് അങ്ങനത്തെ പകരം ഇന്ന് ഇ-വേ ബിൽ ത്രൂ ആണ് സംഭവങ്ങൾ നടന്നു പോകുന്നത്. അതായത് ഇന്ന് ചെക്ക് പോസ്റ്റുകളൊക്കെ നിർത്തലാക്കിയിട്ടുള്ളത്. സോ വാട്ട് ഈസ് ഇൻ ഇ-വേ ബിൽ? ഇ-വേ ബിൽ ആർക്കൊക്കെയാണ് നിർബന്ധമായിട്ട് വരുന്നത്? നമ്മൾ ഏതൊക്കെ ഗുഡ്സ് 50,000 മുകളിൽ 50,000 വാല്യൂവിന് മുകളിലുള്ള ഗുഡ്സ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഇ-വേ ബിൽ എന്ന് പറഞ്ഞിട്ട് സംഭവം നമ്മൾ ചെയ്യണം. ഇ-വേ ബിൽ എങ്ങനെയാണ് ചെയ്യുക? ഇ-വേ ബിൽ എന്ന് വെച്ചാൽ നമ്മുടെ സർക്കാരിൻ്റെ ഒരു പോർട്ടലുണ്ട്, GSTൻ്റെ ഒരു പോർട്ടൽ, ഇ-വേ ബിൽ gov.in എന്ന് പറഞ്ഞൊരു പോർട്ടൽ ഉണ്ട്. അതിൻ്റെ അകത്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇ-വേ ബില്ല് നമ്മൾ ചെയ്യേണ്ടത്. എന്തിനൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ 50,000 വാല്യൂ ഉള്ളൊരു ഗുഡ്സ് നമ്മൾ ഓരോ പ്രാവശ്യം അയക്കുമ്പോഴും നമ്മൾ ഇ-വേ ബില്ല് നമ്മൾ ചെയ്യണം. അതായത് ഓരോ പ്രാവശ്യം ഇപ്പം നമ്മളിപ്പം ഇന്ന് ഞാനൊരു 50,000 അയക്കുന്നു, നാളെ ഒരു 50,000 ഗുഡ്സ് അയക്കുന്നു, അല്ലെങ്കിൽ അതിന് മുകളിലൊരു ഗുഡ്സ് അയക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ വരുന്ന ഒരു ഗുഡ്സിന് നമ്മൾ ഇ-വേ ബില്ല് വേണം. കൂടാതെ 50,000 കുറവുള്ളവർക്കും ഇ-വേ ബില്ല് നിർബന്ധമാണ്. എങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു ഇൻ്റർസ്റ്റേറ്റ് സാധനങ്ങൾ അയക്കുമ്പോൾ, ഇൻ്റർസ്റ്റേറ്റ് കേരളത്തിൽ നിന്ന് ഞാനിപ്പോൾ തമിഴ്നാട്ടിലേക്ക് അയക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആന്ധ്രയിലേക്ക് അയക്കുകയാണെങ്കിൽ അതിന് 50,000 കുറവാണെങ്കിൽ പോലും എനിക്ക് ഇ-വേ ബില്ല് നിർബന്ധമായിട്ടും വേണം. വേറൊരു ഗുഡ്സിന് ഇ-വേ ബില്ല് 50,000 കുറവാണ് വേണ്ടതെന്ന് വെച്ചാൽ ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് ഇൻട്രസ്റ്റേറ്റ് ആയിട്ട് അയക്കുമ്പോൾ 20,000 മേലെ വരുന്ന എല്ലാ ഗുഡ്സിനും ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ്, അതായത് ഹാൻഡ്ലൂം അങ്ങനത്തെ ഗുഡ്സിനൊക്കെ, ഖാദി അങ്ങനത്തെ ഗുഡ്സിനൊക്കെ നമ്മൾ ഇ-വേ ബില്ല് നിർബന്ധമായിട്ടും വേണം. സോ ഇ-വേ ബില്ല് നിർബന്ധമായിട്ടും എടുക്കുക. ഇ-വേ ബില്ല് എടുക്കേണ്ടതെന്ന് വെച്ചാൽ GSTൻ്റെ ഒരു പോർട്ടലിൽ GST എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. അതിൻ്റെ അകത്ത് പോയിട്ടാണ് നമ്മൾ ഇ-വേ ബില്ല് നമ്മൾ എടുക്കേണ്ടത്. ഇ-വേ ബില്ല് എല്ലാ സപ്ലൈസിനും, എല്ലാ ട്രാൻസ്പോർട്ട് ഓഫ് സപ്ലൈസിനും നമ്മൾ ഇ-വേ ബില്ല് അത്യാവശ്യമായിട്ടും നിർബന്ധമായിട്ടും വേണം. പാർട്ട് എ ആൻഡ് പാർട്ട് ബി, പാർട്ട് സി എന്ന് പറഞ്ഞിട്ട് 3 പാർട്ടാണ് ഉണ്ടാവുക. അപ്പോൾ പാർട്ട് എ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ എന്താണോ ഗുഡ്സ് അയക്കുന്നത് അതിൻ്റെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ നമ്മൾ പറയലാണ് ഈ പാർട്ട് എയിൽ നമ്മൾ പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഞാൻ കുറച്ച് ചെരുപ്പുകൾ ഫുട്വെയറിൻ്റെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ ഫുട്വെയറിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതായത് ഞാൻ എത്ര ഗുഡ്സ് അയക്കുന്നുണ്ട്, എത്ര ക്വാണ്ടിറ്റി അയക്കുന്നുണ്ട്, അതിൻ്റെ HSN കോഡ് എന്താണ്, എത്ര വാല്യൂ വരുന്നുണ്ട്, ഞാൻ എവിടത്തേക്കാണ് അയക്കുന്നത്, അതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഗുഡ്സിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ പാർട്ട് എയിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഇനി പാർട്ട് ബിയിൽ എന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്പോർട്ടിൻ്റെ ഗുഡ്സാണ് അയക്കുന്നത്. സപ്പോസ് ഞാനിപ്പം ഒരു ഗുഡ്സ് തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ കണ്ണൂരേക്ക് അയക്കുകയാണെന്ന് വെച്ചു. അപ്പം ഞാൻ എവിടത്തേക്ക് അയക്കുന്നത്, ഏത് ഗുഡ്സ്, ഞാനിപ്പോൾ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, ഞാൻ എൻ്റെ ലോറീൻ്റെ നമ്പർ, അല്ലെങ്കിൽ എൻ്റെ ഒരു വണ്ടിയിൽ അയക്കുന്ന വണ്ടീൻ്റെ നമ്പർ, ആ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്സിൻ്റെ നമ്പർ, അതിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പാർട്ട് ബിയിൽ കൊടുക്കേണ്ടത്. സോ പാർട്ട് എയിൽ ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ്, പാർട്ട് ബിയിൽ ഞാൻ ട്രാൻസ്പോർട്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യാം. ഈ പാർട്ട് എ നോർമലി നമ്മൾ ആരാണോ ചെയ്യുന്നത് അവർ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ അത് നമുക്ക് ഓതറൈസും ചെയ്യാം. ഇപ്പം നമ്മളിപ്പോൾ ഒരു കൺസൈനർ ത്രൂ ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ വണ്ടിയിൽ അയക്കണമെന്നില്ല, നമ്മളൊരു വണ്ടി ഹയർ ചെയ്തിട്ട് അയക്കണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഴ്സ് ത്രൂ ആയിട്ട് നമുക്ക് അയക്കാൻ പറ്റും. സോ ട്രാൻസ്പോർട്ടേഴ്സ് ത്രൂ ആയിട്ട് അയക്കാൻ വരുമ്പോൾ അവരാണ് പാർട്ട് ബി ഫില്ല് ചെയ്യുക. കാരണം അവരുടെ ഒരു ലോറിയിൽ ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുടെ സാധനങ്ങൾ പോകുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവരാണത് ചെയ്യുക. അപ്പം അവർക്ക് വേണമെങ്കിൽ നമ്മളെ പാർട്ട് എ ചെയ്യാനുള്ള ഓതറൈസേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് നമ്മൾ ഏതൊക്കെ ഗുഡ്സാണോ അയക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യണം നമുക്കില്ല, പക്ഷേ നമുക്ക് വേറൊരാളെ ഓതറൈസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇ-വേ ബിൽ GST പോർട്ടൽ INൽ നമുക്കൊരു GST രജിസ്ട്രേഷൻ പോരാ, നമ്മൾ അതിൻ്റെ അകത്ത് ഇ-വേ ബിൽ പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതിന് നമുക്കൊരു പാസ്വേഡും ഒരു യൂസർ ID ഒക്കെ ഉണ്ടാവും. ആ യൂസർ ID വെച്ചിട്ടാണ് നമ്മൾ ഫർദർ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് പോകുന്നത്. നമ്മൾ ഇ-വേ ബില്ലിൽ നമ്മൾ പാർട്ട് എ പാർട്ട് ബി ഉണ്ട്, അതിൻ്റെ ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്കത് ചെയ്തു പോകാം. ഇ-വേ ബിൽ നമ്പർ എന്നൊരു നമ്പർ ഉണ്ട്, അതാണ് നമ്മൾ അലോട്ട് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന സാധനത്തിൻ്റെ ഡീറ്റെയിൽസ്, അയക്കുന്ന ലോറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പോർട്ടലിൽ, എല്ലാം ഓൺലൈൻ ത്രൂ ആണ്, പോർട്ടലിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ കിട്ടും, ഒരു യുണീക്ക് നമ്പർ, ഒരു 15 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് കിട്ടും. ആ നമ്പറാണ് നമ്മുടെ ഇ-വേ ബിൽ നമ്പർ എന്ന് പറയുന്നത്. സോ ഈ നമ്പർ, ഈ ബില്ല് അല്ലെങ്കിൽ ഇ-വേ ബില്ലിൻ്റെ ബി-വേ ബില്ല് അല്ലെങ്കിൽ ഈ നമ്പർ
നമ്മൾ അത് നമ്മുടെ ഏതാണോ വണ്ടിക്കാരൻ നമ്മളിത് പോകുന്നത്, നമ്മുടെ ലോറി ഡ്രൈവർ അവരാരാന്ന് വെച്ചാൽ അവരിൽ അത് കൊടുത്തയക്കണം. അതായത് നമ്മൾ പോകുന്ന വണ്ടിയിൽ നമ്മൾ ആ ഇ-വേ ബില്ല് നമ്മൾ ഉണ്ടായിരിക്കണം വഴിക്കുന്ന. കാരണം മുമ്പൊക്കെ നമുക്ക് ചെക്ക് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ വഴിക്കുന്ന GST ഓഫീസേഴ്സ് നമ്മളെ വണ്ടിക്ക് കൈ കാണിക്കാം, വണ്ടി നിർത്തണം എന്ന് പറയാം. അപ്പം നമ്മൾ ഈ ഇ-വേ ബില്ല് നമ്മളിത് കാണിക്കേണ്ടി വരും. ഒരു ഇ-വേ ബില്ലിൻ്റെ വാലിഡിറ്റി പീരീഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ വലിയൊരു ലോങ് കിലോമീറ്റേഴ്സൊക്കെ പോകുന്നതെങ്കിൽ നമുക്ക് പാർട്ടായിട്ട് ഇ-വേ ബില്ല് ഇഷ്യൂ ചെയ്യാം. അപ്പം ഒരു മാക്സിമം നമുക്ക് ഒരു ദിവസം പോകാൻ പറ്റുന്നത് 200 കിലോമീറ്ററാണ്. 200 കിലോമീറ്റർ വരെ നമുക്ക് ഒരു വണ്ടിക്ക് നമ്മൾ ഇഷ്യൂ ചെയ്ത് പോകാം. അത് വലിയ വണ്ടികൾ, അതായത് വലിയ ട്രാൻസ്പോർട്ടേഴ്സ് അങ്ങനത്തെ ഗുഡ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൽ കുറഞ്ഞ ലിമിറ്റും വരുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ഒരു ലിമിറ്റ് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പുറപ്പെട്ട ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടി ഒരു അവേഴ്സും പറയുന്നുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ ആ അതായത് വൺസ് ഇഷ്യൂ ചെയ്താൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അതൊരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞാൽ അവിടെ ക്യാൻസൽ ആവും. 24 hours കഴിഞ്ഞാൽ അത് അവിടെ ക്യാൻസലായി പോകും, ആ ഇ-വേ ബില്ല് ക്യാൻസലായി പോകും. സോ നമ്മളത് ഇ-വേ ബില്ല് നമ്മൾ 200 കിലോമീറ്റേഴ്സിന് ഇഷ്യൂ ചെയ്യേണ്ടത്, അത് ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു ഡ്രൈവർക്ക് ഇഷ്യൂ ചെയ്യുക, അത് നമ്മൾ ചെയ്ത് പോവുക. നമുക്കിപ്പം ഇ-വേ ബില്ല് ക്യാൻസൽ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മളിപ്പോൾ വൺസ് നമ്മളിപ്പോൾ ഒരു ഗുഡ്സൊക്കെ അടിച്ചു, ബില്ലെല്ലാം അടിച്ചു, എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ബില്ല് നമുക്ക് ഒരു സാധനം പോകുന്നില്ല എന്ന് വെച്ചോ, അപ്പം നമുക്ക് അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. യെസ്, ഇറ്റ് ക്യാൻ ബി അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ക്യാൻസൽ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ എന്താണോ ചെയ്തത് അതിൽ തന്നെ നമുക്ക് ക്യാൻസലേഷൻ ഓപ്ഷനുണ്ട്. ക്യാൻസലേഷൻ ഓപ്ഷൻ ചെയ്താൽ ആ ഇ-വേ ബില്ല് അവിടെ ക്യാൻസലായി പോകും. അത് നമുക്ക് പിന്നെ അത് റെക്കോർഡിക്കലി അത് വരില്ല, നമ്മൾ ആ ഗുഡ്സ് അയക്കാൻ പറ്റില്ല. ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും നമ്മൾ അയക്കുവാണെങ്കിൽ അതിന് ആ ബുദ്ധിമുട്ട് വരും. കാരണം നമ്മൾ റെക്കോർഡിക്കലി ഇല്ലാത്തൊരു സാധനമാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഈ ഇ-വേ ബില്ല് നമ്മൾ ആർക്കൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞു, 50,000 കിലോമീറ്റേഴ്സിന് പറഞ്ഞു. ഇപ്പം നമ്മളൊരു ജോബ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചു. ഇപ്പം നമ്മൾ ഇവിടുന്ന് എൻ്റെ ഒരു ഗുഡ്സ് ഇപ്പോൾ ഒരു മിഷനറി ഉണ്ടാക്കണം, അതിൻ്റെ ഒരു സ്പെയർ വേറെ എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കേണ്ടത്. സപ്പോസ് ഞാൻ മിഷനറി ഉണ്ടാക്കുന്ന വ്യക്തി, ഞാനിപ്പം കൊല്ലത്തുള്ള വ്യക്തിയാണ്, എൻ്റെ സ്പെയർ ഉണ്ടാക്കുന്നത് എറണാകുളത്തുള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് സ്പെയർ ഉണ്ടാക്കാൻ വേണ്ടി ആ മെഷീനറിയും അയക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പം എനിക്ക് ഇ-വേ ബിൽ ത്രൂ ആയിട്ട് ജോബ് വർക്കറിന് ആ ബില്ല് എനിക്ക് അയക്കാൻ പറ്റും. പക്ഷേ അതിനും എനിക്ക് ഇ-വേ ബില്ല് വേണം. അത് പ്രിൻസിപ്പൽ, ഞാൻ അയക്കുന്ന വ്യക്തി ഞാൻ പ്രിൻസിപ്പളായിരിക്കും. അത് ഞാൻ ആർക്കാണോ അയക്കുന്നവരെ ജോബ് വർക്കർ ആയിരിക്കും. ജോബ് വർക്കർ അത് കഴിഞ്ഞിട്ട് തിരിച്ച് എനിക്ക് അയക്കുമ്പോൾ അതിനും എനിക്ക് തിരിച്ച് ഇ-വേ ബില്ല് വേണ്ടി വരും. അപ്പോൾ 2 ഇ-വേ ബില്ല് നമുക്ക് വേണ്ടി വരും. പിന്നെ ചില കേസിൽ എന്ന് വെച്ചാൽ നമ്മളിപ്പം ഓർഡർ എടുക്കുന്ന ഒരു ഏജൻ്റ് ആയിരിക്കും, ഗുഡ്സ് അയക്കുന്ന വേറൊരു സ്ഥലത്തേക്കായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പം എൻ്റെ ഗുഡ്സ്, എൻ്റെ സാധനങ്ങൾ എനിക്ക് വേണ്ടി ഓർഡർ എടുക്കുന്ന സപ്പോസ് X എന്നൊരു വ്യക്തിയായിരിക്കും, അത് പോകുന്നത് Y എന്നൊരു വ്യക്തിയായിരിക്കും. അതായത് ഞാൻ തിരുവനന്തപുരത്ത് ഓർഡർ എടുക്കുന്ന വ്യക്തി കൊല്ലത്ത് സാധനം പോകുന്നത് ഇതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ബൈ റൂട്ടിങ് എഗ്രിമെൻ്റ് ആയിരിക്കും ഇപ്പോൾ വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെപ്പറേറ്റ് എനിക്ക് ഇ-വേ ബില്ല് വേണം. അതേപോലെ അത് തിരുവനന്തപുരത്ത് കൊല്ലത്തേക്ക്, കൊല്ലത്തിന് തിരുവനന്തപുരത്തേക്ക്, കൊല്ലത്തിന് എറണാകുളത്തേക്ക്, അങ്ങനെ രീതിയിൽ എനിക്ക് ഇ-വേ ബില്ല് വേണം. അതായത് നമ്മളിപ്പം എങ്ങനെയാണോ ബില്ല് ഷിപ്മെൻറ്റ് എവിടെയാണോ വരുന്നത് അതനുസരിച്ചുള്ള ഇ-വേ ബില്ല് റൂട്ട് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. അതിലാണ് ഇ-വേ ബില്ലിൻ്റെ ഇഷ്യൂസിൻ്റെ പ്രൊസീജിയേഴ്സ് പോകുന്നത്. ഈ ഇ-വേ ബില്ല് വേണ്ടാത്ത ഐറ്റംസും ഉണ്ട്. നമുക്കിപ്പോൾ ഇ-വേ ബില്ല് എക്സെപ്റ്റ് ചെയ്ത ഐറ്റംസും ഉണ്ട്. അങ്ങനത്തെ വരുന്ന ഐറ്റംസ്, അതായത് 50,000 റുപ്പീസിന് താഴെയുള്ള ഐറ്റംസിന് ഇ-വേ ബില്ല് വേണമെന്നില്ല, നിർബന്ധമില്ല. പിന്നെ അതേപോലെ 50 കിലോമീറ്റേഴ്സിന് താഴെയുള്ള 50 കിലോമീറ്ററിന് താഴെ ഞാൻ ഷോർട്ട് ട്രിപ്പിന് പോകുന്നത്, ഇപ്പം ഇവിടുന്ന് ഞാൻ അപ്പുറത്തെ ഗോഡൗണിലേക്ക് ഞാൻ സാധനം അയക്കുന്നതിനും 50 കിലോമീറ്റേഴ്സിന് താഴെയാണെങ്കിൽ എനിക്ക് അതിനും ഇ-വേ ബില്ലിൻ്റെ ആവശ്യമില്ല. സോ 50,000 കിലോമീറ്റർ വാല്യൂവിന് താഴെയുള്ള വ്യക്തിനും 50 കിലോമീറ്റേഴ്സിന് താഴെയുള്ള ഇതിനും എനിക്ക് ഇ-വേ ബില്ലിൻ്റെ ആവശ്യമില്ല. ഇ-വേ ബില്ല് ഇല്ലാണ്ട് തന്നെ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ 50 കിലോമീറ്റേഴ്സിന് മുകളിലാണെങ്കിൽ നിർബന്ധമായിട്ടും ഇ-വേ ബില്ല് വേണം. പക്ഷേ ഇത് രണ്ടും ഇൻഡർസ്റ്റേറ്റ് ഗുഡ്സിന് താഴ്ന്നതല്ല. ഞാൻ ഇവിടുന്ന് കേരളത്തിൽ തമിഴ്നാട്ടിലേക്ക് അയക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗുജറാത്തിലേക്ക് അയക്കുകയാണെങ്കിൽ എന്തായാലും എനിക്ക് ഇ-വേ ബില്ല് നിർബന്ധമായിട്ടും വേണ്ടി വരും. പിന്നെ ഇ-വേ ബില്ല് വേണ്ടാത്തതെന്ന് വെച്ചാൽ ഈ നോൺ മോട്ടോറൈസ്ഡ് ആയിട്ടുള്ള ഗുഡ്സിനൊക്കെ ഇ-വേ ബില്ലിൻ്റെ ആവശ്യമില്ല. നോൺ മോട്ടോറൈസ്ഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കാളവണ്ടിയിൽ സംഭവം കൊണ്ടുപോകണം, അല്ലെങ്കിൽ കുതിരവണ്ടിയിൽ സംഭവം കൊണ്ടുപോകണം, അല്ലെങ്കിൽ തലച്ചുമടായിട്ട് ഞാൻ സാധനങ്ങൾ കൊണ്ടുപോവുകയാണ്, ഇതൊക്കെയാണെങ്കിൽ ഇ-വേ ബില്ലിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫ്രോഡുകൾ നടക്കുന്നുണ്ട്. കാരണം ഇപ്പം കേരള ബോർഡേഴ്സിൽ അല്ലെങ്കിൽ നടക്കുമ്പോൾ കേരള ബോർഡറിൽ നിന്ന് ഇപ്പം പാലക്കാട് നിന്ന് ആ ഒരു കഞ്ചിക്കോട് ബോർഡർ കഴിയുന്നവരെ തലച്ചുമടായിട്ടോ എങ്ങനെയെങ്കിലും ആൾക്കാർ ഇത് കൊണ്ടുപോകും. അപ്പുറം എത്തിക്കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ, അതായത് 50 കിലോമീറ്റേഴ്സിൻ്റെ റീച്ചിൽ വരുന്നതിൽ അവർ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെയും ഫ്രോഡുകൾ നടക്കുന്നുണ്ട്. സോ നോൺ മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ഇതിന് നമുക്കിത് വേണ്ട. പിന്നെ വേണ്ടാത്ത ഗുഡ്സിന് ജ്വല്ലറി ഐറ്റംസിന് നമുക്ക് ഇ-വേ ബില്ലിൻ്റെ ആവശ്യമില്ല. അതാണ് കേരള ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ആയിട്ടുള്ള ഒരുപാട് ബഹളങ്ങൾ നടന്ന ഒരു സംഭവമായിട്ടാണ്. ജ്വല്ലറി ഐറ്റംസിന് ഇ-വേ ബില്ല് വേണം നിർബന്ധമായിട്ട് കേരള പറഞ്ഞു. പക്ഷേ അത് വേണ്ട എന്ന രീതിയിലാണ് കേന്ദ്രം തീരുമാനിച്ചിട്ടുള്ളത്. അതിനെന്തെങ്കിലും അതിൻ്റെ പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. അത് നമ്മളിപ്പോൾ ഇതിനകത്ത് പൊളിറ്റിക്സ് ഒന്നും ഇതിനെ തടുത്തണ്ട. പക്ഷേ ജ്വല്ലറി ഐറ്റംസ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇ-വേ ബില്ലിൻ്റെ ആവശ്യങ്ങൾ വരുന്നില്ല. പക്ഷേ അതിന് വേറെ ടൈപ്പ് ഇഷ്ടംപോലെ കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് കൺട്രോൾസ് വരുന്നതുകൊണ്ടാണ് ഇ-വേ ബില്ല് ജ്വല്ലറി ഐറ്റംസിന് വേണ്ടാത്തത്. പിന്നെ വേണ്ടാത്തതെന്ന് വെച്ചാൽ ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റോ ലോക്കൽ അതോറിറ്റിയോ എന്തെങ്കിലും ഒരു ഗുഡ്സ് സംഭവം അയക്കുകയാണെങ്കിൽ നമുക്കതിന് വേണ്ട. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ എന്തെങ്കിലും ഗുഡ്സ് അയക്കുകയാണെങ്കിൽ അതിനും നമുക്ക് ഇ-വേ ബില്ലിൻ്റെ ആവശ്യം വരുന്നില്ല.
പിന്നെ ഡിഫൻസ് ഐറ്റംസിനും നമുക്ക് ഇ വേ ബില്ലിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഡിഫൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിഫൻസ് ഐറ്റംസ് അല്ലെങ്കിൽ ആറ്റമിക് എനർജി പ്രോജക്റ്റ്, അങ്ങനെ ഇന്ത്യൻ്റെ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഐറ്റംസ് നമ്മൾ അയക്കുന്നതിന് നമ്മൾ ഇ വേ ബില്ലിൻ്റെ ആവശ്യങ്ങൾ വരുന്നില്ല. പിന്നെ അതേപോലെ ഇപ്പം നമ്മളിപ്പം ചിലപ്പോൾ നമുക്ക് സർക്കാരിന് തന്നെ, ഒരു സംസ്ഥാന സർക്കാരിന് തന്നെ ചില ഐറ്റംസിന് ഇ വേ ബില്ല് വേണം വേണ്ട എന്ന് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. സെൻട്രൽ ആക്ടിന് ഓവർറൈഡ് ചെയ്തല്ല, പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന ഐറ്റംസിനും നമുക്ക് ഇ വേ ബില്ലിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് നമുക്ക് ഇ വേ ബില്ല് വേണ്ടാത്ത ഐറ്റംസ് നമുക്ക് പറയുന്നുണ്ട്. ഇ വേ ബില്ല് നിർബന്ധമായിട്ടും വേണ്ടാണ്. ഇ വേ ബില്ല് ഇല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് വരും, അത് ഞാൻ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാം. ഇങ്ങനത്തെ ചില ഐറ്റംസിന് നമുക്ക് ഇ വേ ബില്ലിൻ്റെ ആവശ്യം വരുന്നില്ല. എല്ലാ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്സിന് എല്ലാം ഇത് വേണം. ദാറ്റ് ഈസ് ഇപ്പം മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ പറയുക, റോഡ്, വാട്ടർ, ട്രെയിൻ, ഈ മൂന്നിനും, ഈ റോഡ്, വാട്ടർ, റെയിൽ, ഈ 3 മോഡിലും നമ്മളിത് അയക്കുന്നതിനെല്ലാം ഇ വേ ബില്ല് നിർബന്ധമായിട്ട് വേണം. റോഡിന് നമുക്ക് തീരുമാനിക്കാം, നമ്മൾ തന്നെ നമ്മുടെ ഇ വേ പോർട്ടൽ ത്രൂ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ചോദിക്കും നമുക്ക് റെയിലിൽ ത്രൂ ആയിട്ട് കൺസ്യൂമർ നമുക്ക് റെയിൽവേയിൽ പാർസലായിട്ട് അയക്കാൻ പറ്റും, ഗുഡ്സ് ആയിട്ട് നമുക്ക് അയക്കാൻ പറ്റും. അതിന് ഇ വേ ബില്ല് വേണമെന്ന് ചോദിച്ചാൽ നിർബന്ധമായിട്ടും ഇ വേ ബില്ല് വേണം. കാരണം കേരളത്തിനകത്താണെങ്കിൽ 50,000 വാല്യൂ വരുന്നതും കേരളത്തിന് പുറത്തേക്ക് അയക്കുന്നതിന് അല്ലെങ്കിൽ ഇൻട്രസ്റ്റേറ്റ് ആയിട്ട് വരുന്നതിന് നമ്മൾ നിർബന്ധമായിട്ടും ഇ വേ ബില്ല് വേണം. അത് ഇ വേ ബില്ല് നമുക്കിത് സാധനങ്ങൾ നമ്മൾ റെയിൽവേ പാർസലിൽ കൊടുത്തതിന് ശേഷം നമ്മളിത് അടിച്ചാൽ മതി. ഒന്നുകിൽ റെയിൽവേ അതോറിറ്റി, സാധാരണഗതിയിൽ അത് ചെയ്യില്ല, നമ്മൾ തന്നെ ഇ വേ ബില്ല് ഉണ്ടാക്കിയിട്ട് റെയിൽവേ അതോറിറ്റീസിന് അവരുടെ പാർസൽ വിങ്ങിന് നമ്മളിത് കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ ഇ വേ ബില്ല് അത് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് അവർ കൊടുക്കാം. ഇനി വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന കാർഗോ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഇ വേ ബില്ല്, ഇപ്പം സ്റ്റേറ്റ് ത്രൂ ആയിട്ട് ഇൻലാൻഡ് കാർഗോസ് ആയിട്ട് നമ്മൾ അയക്കുന്നുണ്ടെങ്കിൽ, പാലപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്ക് ഇൻലാൻഡ് കാർഗോസ് ആയിട്ട് അയക്കുന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഇ വേ ബില്ലിൻ്റെ ആവശ്യങ്ങൾ വരുന്നുണ്ട്. സോ ഏത് ടൈപ്പ് ഓഫ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആയാലും നമുക്ക് ഇ വേ ബില്ലിൻ്റെ ആവശ്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നോട്ടിഫിക്കേഷൻ വേണ്ടി അതിൻ്റെ ബെൽ ബട്ടണൊക്കെ അമർത്തുക. കൂടുതൽ വീഡിയോകൾക്കും മറ്റുകൾക്കും വേണ്ടി വെയിറ്റ് ചെയ്യുക. വൺസ് അഗൈൻ താങ്ക് യു പ്രതീഷ്.